ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ IPL ഇന്നലെ ഒരു ത്രില്ലർ പോരാട്ടം തന്നെയായിരുന്നു. കഴിഞ്ഞ IPL സീസണിലെ കലാശ പോരാട്ടത്തിൻ്റെ റീക്യാപ്പ് മാച്ച് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും നിലവിലെ റണ്ണേഴ്സപ്പായ ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലായിരുന്നു വാശിയേറിയ പോരാട്ടം ചെപ്പോക്കിൻ്റെ മണ്ണിൽ നടന്നത്. CSK ഇന്നലെ ശരിക്കും പറഞ്ഞാൽ കൂറ്റൻ ടാർഗറ്റ് തന്നെയായിരുന്നു GTയുടെ മുൻപിലേക്ക് വെച്ചത്. 20 ഓവറിൽ 206 എന്നൊരു വമ്പൻ സ്കോർ തന്നെയായിരുന്നു. ഒരു ബാലികറാമല എന്നൊക്കെ നമുക്ക് ആലങ്കാരികമായി വിശേഷിപ്പിക്കാവുന്ന ഒരു വമ്പൻ സ്കോർ തന്നെയായിരുന്നു CSKയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് ലൈനപ്പ് ഇന്നലെ ഗുജറാത്തിന് മേൽ ടാർഗറ്റായി വെച്ചത്. സോ CSKയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും പറഞ്ഞൊരു മാസ്മരിക പ്രകടനമായിരുന്നു CSKയുടെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിര മൊത്തം കാഴ്ചവെച്ചത്. ഓപ്പണിങ്ങിൽ നിന്ന് തുടങ്ങിയതാണ് അവസാന ഓൾറൗണ്ടറായിട്ടുള്ള രവീന്ദ്ര ജഡേജയുടെ ഇന്നിങ്സ് വരെ ആ ഒരു പോരാട്ടം നീണ്ടു. ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് 36 പന്തിൽ 5 ഫോറും 1 സിക്സും ഉൾപ്പെടെ 127 സ്ട്രൈക്ക് റേറ്റിൽ 46 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓപ്പണിംഗ് വിക്കറ്റിൽ ഗേക്വാദും അതോടൊപ്പം തന്നെ രജിൻ രവീന്ദ്രയും മികച്ച പാർട്ട്ണർഷിപ്പ് തന്നെയായിരുന്നു ബിൽഡ് ചെയ്തത്. രജിൻ രവീന്ദ്ര 20 പന്തിൽ ഒരു അർദ്ധ സെഞ്ചുറിയിലേക്ക് അടുക്കവേ പക്ഷേ റാഷിദ് ഖാൻ്റെ പന്തിൽ സാഹക് സ്റ്റെമ്പ് ചെയ്ത് പുറത്താവുകയായിരുന്നു. 20 പന്തിൽ 46, 3 ഫോറും 6 ഫോറും 3 സിക്സും ഉൾപ്പെടെ 230 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ന്യൂസിലാൻഡ് താരം രജിൻ രവീന്ദ്ര 20 പന്തിൽ 46 എടുത്തത്. അജിങ്ക്യ രഹാനെ 12ഉം ശിവം ഡ്യൂബെ കഴിഞ്ഞ മത്സരത്തിൽ ഉദ്ഘാടന മത്സരത്തിലേതുപോലെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം ഇന്നലത്തെ മത്സരത്തിലും ഡ്യൂബെ CSK നിലയിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 2 ഫോറും 5 സിക്സും ഉൾപ്പെടെ 221 സ്ട്രൈക്ക് റേറ്റിൽ 23 പന്തിൽ നിന്നായിരുന്നു ഡ്യൂബെ 51 തൻ്റെ അർദ്ധ സെഞ്ചുറി കുറിച്ചത്. അവസാനം റാഷിദ് ഖാൻ്റെ 19ാം ഓവറിൽ വിജയ് ശങ്കർക്ക് ക്യാച്ച് നൽകിയായിരുന്നു ഡ്യൂബെ തൻ്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. ഡാരിൽ മിച്ചൽ 20 പന്തിൽ 24ഉം സമീർ റുസ്വി എടുത്തു പറയേണ്ട താരം തന്നെ. നേരത്തെ അതിനൊരു സ്റ്റാറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സമീർ റുസ്വി എടുത്തു പറയേണ്ട താരം തന്നെയാണ്. കാരണം ഇത്തവണ താരത്തിൽ അൺക്യാപ്ഡ് പ്ലെയറായ സമീർ റുസ്വി 8 കോടിക്ക് മുകളിൽ മുടക്കിയാണ് CSK കൂടാരത്തിലേക്ക് എത്തിച്ചത്. ബാംഗ്ലൂരിനെതിരായ പോരാട്ടത്തിൽ പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഗുജറാത്തിനെതിരായ പോരാട്ടത്തിൽ ശരിക്കും കിടിലൻ പ്രകടനം തന്നെയായിരുന്നു റുസ്വി കാഴ്ചവെച്ചത്. നേരിട്ടത് വെറും 6 പന്ത് 14 റൺസും അടിച്ചിട്ടുണ്ട്. 233 സ്ട്രൈക്ക് റേറ്റ്. ഒടുവിൽ 20ാം ഓവറിൽ മോഹിത് ശർമ്മയുടെ പന്തിൽ ഡേവിഡ് മില്ലർക്ക് ക്യാച്ച് നൽകിയാണ് റുസ്വി പുറത്തായത്. അദ്ദേഹത്തിന് IPL ചരിത്രത്തിൽ ആദ്യ പന്ത് 19ാം ഓവറിലെ 2ാം ബോളായിരുന്നു. അതും എറിഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച T20 സ്പെഷ്യലിസ്റ്റ് വൈറ്റ് ബോൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള റാഷിദ് ഖാൻ. നേരിട്ട ആദ്യ പന്ത് തന്നെ സ്വീപ്പ് ഷോട്ടിലൂടെ ഒരു മികച്ച സിക്സർ. ഒടുവിൽ ആ ഓവറിലെ അവസാന പന്തിൽ റാഷിദ് ഖാനെ വീണ്ടും സിക്സറിന് പറത്തിയാണ് സമീർ റുസ്വി തൻ്റെ IPL ചരിത്രത്തിലെ കരിയർ തുടക്കം കുറിച്ചിട്ടുള്ളത്. CSKയുടെ ശരിക്കും പറഞ്ഞാൽ വെടിക്കെട്ട് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമുക്ക് RCBക്കെതിരെ പോരാട്ടത്തിലേതുപോലെ അല്പം നിറമങ്ങിപ്പോയെങ്കിലും ഗുജറാത്തിനെതിരെ പോരാട്ടത്തിൽ കിടിലൻ പ്രകടനം തന്നെയായിരുന്നു CSKയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കാഴ്ചവെച്ചത്. തല ധോണി ബാറ്റിംഗ് ഇറങ്ങിയിട്ടില്ല. രവീന്ദ്ര ജഡേജ വരെ ബാറ്റിംഗ് ഇറങ്ങിയിട്ടുള്ളൂ. ജഡേജ 7 റൺസും എടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം പന്തിൽ വിജയ് ശങ്കറിൻ്റെ റണ്ണൗട്ടിലൂടെയാണ് ജഡേജ പുറത്തായത്. സോ ഇന്നലെ വാശിയേറിയ പോരാട്ടത്തിൽ ഗുജറാത്തിനെതിരായ CSK ബാറ്റിംഗ് അനലൈസിസ് വീഡിയോസ് തന്നെയാണ്. ഋതുരാജ് ഗേക്വാദ്, രജിൻ രവീന്ദ്ര 46, അജിങ്ക്യ രഹാനെ 12, ശിവം ഡ്യൂബെ 51. CSKയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏക അർദ്ധ സെഞ്ചുറി നേടിയ താരം ഡ്യൂബെ ആയിരുന്നു. ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദും രജിൻ രവീന്ദ്രയും 4 അർദ്ധ സെഞ്ചുറിക്ക് 4 റൺസ് മാത്രം അകലെയാണ് വീണത്. ഒപ്പം അവസാനം ആളിക്കത്തിയ സമീർ റുസ്വിയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങോട് കൂടിയപ്പോൾ ഗുജറാത്തിനെതിരെ 206 എന്ന വമ്പൻ സ്കോർ തന്നെയാണ് CSK പടുത്തുയർത്തിയതും സ്വന്തം കാണികൾക്ക് മുൻപിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.